ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവയെ കണ്ടെത്തിയ സംഭവത്തിൽ നിരീക്ഷണത്തിനായി ഇപ്പോൾ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു എന്നതാണ് എരുമേലി റേഞ്ച് ഓഫീസർ ഹരിലാൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കടുവ കൂട്ടിലാകുമെന്നതാണ് പ്രതീക്ഷയെന്നും കടുവയ്ക്കായി ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം തുടരുമെന്നും റേഞ്ച് ഓഫീസർ ഹരിലാൽ അറിയിച്ചു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. നമ്മൾ ഇന്നലെ രാത്രി ഒരു 8:30-9 മണിയോട് കൂടി കൂടെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ഫുൾ ടൈം നമ്മുടെ സർവൈലൻസിൽ കടുവ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടിൽ കടുവ കയറാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി വരെ കടുവ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ പക്ഷേ കൂട്ടിൽ കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ വെച്ച് സർവൈലൻസ് ചെയ്യുകയാണ്. നമ്മൾ തെർമൽ വെച്ച് നോക്കും. അപ്പോൾ കറൻ്റ്ലി ഇന്നലെ കണ്ട പൊസിഷനിൽ ഇപ്പോൾ അത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ എൻ്റെ ഏരിയ ഒന്ന് കോമ്പ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. വിഷ്വൽ വെച്ച് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിക്കേറ്റ ഒരു ഇതുണ്ട്. അതിനൊരു കാലിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്, നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു അത്ര ഹെൽത്തി ആണോ എന്നുള്ളൊരു അത് പിന്നെ നമുക്ക് നേരിട്ട് കണ്ടാലേ അറിയുള്ളൂ. ആ വീഡിയോ വെച്ചിട്ട് ഡോക്ടറിൻ്റെ ഒരു അനുമാനം അത്ര ഹെൽത്തി അല്ല എന്നുള്ള ഒരു. ജോസിൽ സെബാസ്റ്റ്യൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോസിൽ, 2 ദിവസമായി മേഖലയിൽ കടുവ ഭീതിയുണ്ട്. പക്ഷേ മുൻകരുതൽ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് ആ പ്രദേശത്തുള്ള സ്കൂളിനടക്കം അവധി നൽകിയിട്ടുണ്ട്. ഇന്നലെയും അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. ജനങ്ങളോടൊക്കെയും ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശങ്ങളും മുൻകൂട്ടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കടുവയെ പിടിക്കാൻ കൂട് സ്ഥാപിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? കാവ്യ, കോട്ടയം ഡിവിഷൻ്റെ കീഴിലുള്ള പ്രദേശമാണ്. എരുമേലി റേഞ്ച് ഓഫീസിൻ്റെ കീഴിലുള്ള കാടിനോട് ചേർന്ന പ്രദേശത്താണ്, ജനവാസ മേഖലയാണ്. ഇവിടെയാണ് കഴിഞ്ഞ 2 ദിവസമായി, 2 ദിവസമല്ല അതിന് കുറേ നാളുകളായി ഇവിടെ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കടുവയെ നേരിട്ട് കാണുന്ന അവസ്ഥയിലേക്ക് നാട്ടുകാരെത്തിയത്. ഇവിടെ പശുക്കളെ അടക്കം ഈ കടുവ പിടിക്കുകയും അതിൻ്റെ ദൃശ്യങ്ങൾ ഈ പ്രദേശവാസികൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തതോടുകൂടിയാണ് പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിച്ചത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു LP സ്കൂളുണ്ട്, കുട്ടികൾ പഠിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ രാവിലെ 6 മണി മുതൽ ഈ മേഖലയിൽ പണിക്കായി ഇറങ്ങുന്ന തോട്ടം തൊഴിലാളികൾ ഒക്കെയുള്ള നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇതിനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ ഇവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ കൂടിൽ ഇതുവരെയും കടുവ കുടുങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ റേഞ്ച് ഓഫീസർ, എരുമേലി റേഞ്ച് ഓഫീസർ ഹരിലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ നിരീക്ഷണം തുടരുകയാണ്. പ്രധാനമായിട്ടും ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള നിരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നിരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കടുവയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ കടുവയുടെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് റേഞ്ച് ഓഫീസർ പറയുന്നത്. കാലിന് പരിക്കേറ്റിട്ടുണ്ട്, ആരോഗ്യ അവസ്ഥയ്ക്കും വളരെ മോശമായ അവസ്ഥയാണ് എന്നാണ് പറയുന്നത്. ഏതായാലും നിരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ആശങ്ക, കടുവ കൂട്ടിലായെങ്കിൽ മാത്രമേ ആശങ്ക ഒഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ. ഇപ്പോൾ ഈ പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യവും കുട്ടികളുടെ പഠിത്തം മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഏതെങ്കിലും രീതിയിൽ കടുവയെ കണ്ടെത്തി ജനവാസ മേഖലയിൽ നിന്നും മാറ്റുവാനുള്ള ശ്രമങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാവ്യ, ഇന്നലെ പകൽ സമയത്താണ് ഇങ്ങനെയൊരു വാർത്ത വരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ദൃശ്യങ്ങളൊക്കെയും ആ ഒരു ഘട്ടത്തിലേതായിരുന്നു. രാത്രി ഏതെങ്കിലും നിലയിൽ പ്രദേശവാസികളുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഈ കടുവയുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ജോസ്? ഇത്തരത്തിൽ ഇന്നലെ കണ്ട പ്രദേശത്ത് ഇപ്പോൾ കടുവ ഇല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ റേഞ്ച് ഓഫീസർ അടക്കമുള്ളത് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പം ഡ്രോൺ ഉപയോഗിച്ച് രാവിലെ മുതൽ നിരീക്ഷണം ആരംഭിച്ചെങ്കിൽ പോലും ഈ പരിസരത്തൊന്നും കടുവയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ കൂടിനകത്തും കുടുങ്ങിയ ഒരു സാഹചര്യമില്ല. അപ്പോൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഈ നിരീക്ഷണം വ്യാപിപ്പിക്കാനും ആവശ്യമെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ കൂട് വേറെ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്നലെ ഈ പ്രദേശത്ത് സ്ഥിരീകരിച്ച കടുവ സാന്നിധ്യം ഇതുവരെയും ഇവിടെ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഏതായാലും സംശയം നിലവിലുള്ള സാഹചര്യത്തിൽ കൂടുതൽ മേഖലകളിലേക്ക് വിസ്തൃതമായ ഒരു പരിശോധനയിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടോ? അല്ലെങ്കിൽ ആ നിലയിൽ ഈ മേഖലയിൽ കടുവ ഇല്ല എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ ഈ ഉദ്യോഗസ്ഥർക്ക് എത്ര സമയം വേണ്ടിവരുമെന്നുള്ള പ്രതികരണങ്ങളൊക്കെയും ഉണ്ടോ ഈ ഒരു ഘട്ടത്തിൽ?
തീർച്ചയായിട്ടും ഈ കാലിന് പരിക്കുള്ളത് കൊണ്ട് തന്നെ ഒരു നിശ്ചിത ദൂരത്തിനപ്പുറം ഈ കടുവ പോകാനും സാധ്യതയില്ല. പക്ഷേ ഇന്നലെ കണ്ടു എന്ന് പറയുന്ന ഡ്രോൺ ഉപയോഗിച്ചടക്കമുള്ള നിരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷം കണ്ടു എന്ന് പറയുന്ന പരിസരത്ത് ഇപ്പോൾ പരിശോധന നടത്തിയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് റേഞ്ച് ഓഫീസർ പങ്കുവെക്കുന്നത്. കൂടുതൽ ചുറ്റുവട്ടത്തേക്ക് അതായത് ഒരു കടുവയ്ക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ചുറ്റുവട്ടത്തിലേക്കുള്ള നിരീക്ഷണം ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പരമാവധി ഇന്ന് തന്നെ ഈ കടുവയെ ഇവിടെ നിന്ന് പിടിച്ച് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏതായാലും തൊഴിലാളികളെ ഈ ഭാഗത്തുള്ള ഈ ബ്ലോക്കിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റുമായി സംസാരിച്ച് അവരെ വേറെ ബ്ലോക്കിലേക്ക് അവരുടെ തൊഴിൽ മാറ്റിക്കൊടുക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഈ റേഞ്ച് ഓഫീസർ പറയുന്നുണ്ട്. ഏതായാലും പക്ഷേ അതൊരു ശാശ്വതമായ പരിഹാരത്തിൻ്റെ പാതയല്ല. കൃത്യമായി കടുവയെ പിടിച്ചു മാറ്റണം എന്നുള്ളതാണ് ജനങ്ങളുടെയും ആവശ്യം. കാവ്യ. ശരി, ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്, ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ കടുവയുടെ സാന്നിധ്യം ഇന്നലെ സ്ഥിരീകരിച്ച ഭാഗത്തെങ്ങും ഇപ്പോൾ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശക്തമായ പരിശോധന തന്നെ നടക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് സ്കൂളിനടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ സുരക്ഷിതരായി തന്നെ ഇരിക്കാനുള്ള നിർദ്ദേശങ്ങളും ഇപ്പോൾ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എത്തിയിട്ടുണ്ട്. സമഗ്ര വിവരങ്ങളാണ് ജോസിൽ സെബാസ്റ്റ്യൻ നൽകിയത്.